ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അൺബോക്സിങ് വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മൾ അതിൽ നിന്നൊരു ഗ്യാപ്പ് എടുത്തിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതിന് മുൻപ് എപ്പോഴോ ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വൻപയർ എങ്ങനെ കഴിക്കാനും ഇഷ്ടമാണെന്നുള്ളത്. അതായത് പച്ചയ്ക്ക് കഴിക്കാനല്ല കേട്ടോ, വെറുതെ വേവിച്ച് തന്നാലും കഴിക്കാൻ ഇഷ്ടമാണെന്നുള്ളത്. ഇന്ന് നമ്മൾ വൻപയർ കൊണ്ടുള്ള ഒരു കിടിലനായിട്ടാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. എന്നെ പോലെ തന്നെ വൻപയർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഫേവറേറ്റ് ആയിട്ട് മാറാൻ പോകുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. വൻപയർ എങ്ങനെ കഴിക്കാനും ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കുന്ന രീതിയിലല്ലാതെ വേറൊരു രീതിയിൽ തയ്യാറാക്കുന്നത് ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. വല്ലാതെ സോട്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഈ ഒരു പരിപാടി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത വറ്റൽമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ പച്ചച്ചുവയൊന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്ത ശേഷം ഒരേ ഒരു വിസിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വൻപയർ. ഞാൻ ആദ്യം പയർ മാത്രമായിട്ട് ചേർത്ത് കൊടുത്തെങ്കിലും പിന്നീട് അത് വേവിച്ച വെള്ളം ഉണ്ടായിരുന്നത് കൊണ്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ പറയാൻ കാരണം അതും കൂടെ ചേർത്തൊന്ന് വറ്റിച്ചെടുക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. ഇതാ കണ്ടില്ല, ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി ചോറിന്റെ കൂടെ വേറെ ഒന്നും ഇല്ലെങ്കിലും ഇത് മാത്രം ചേർത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ആരെങ്കിലും ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ കാണാൻ വേണ്ടി മറക്കരുതേ. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.